ഡ്രൈവർ കണ്ണാപ്പി നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി ഡ്രൈവർ കണ്ണാപ്പി നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി കാറിലെ കണ്ണാപ്പി നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി മരവാഴ കണ്ണാപ്പി നമ്മുടെ കണ്ണാപ്പി കണ്ണാപ്പി. അപ്പൊ കണ്ണാപ്പി കണ്ണാപ്പി കുട്ട നീ എവിടെ പോയടാ? ആ മലപ്പുറത്ത് പോയോടാ? കൊച്ചിയിലില്ല കൊച്ചിക്കാര് പഞ്ഞി കിട്ടോടാ, നിന്നെ കൊച്ചിക്കാര് പഞ്ഞി കിട്ടോടാ. അപ്പൊ എന്താണെങ്കിലും താളമൊക്കെ പോയി, ഇനി കുറച്ചു നേരം കണ്ണാടി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പം കേരളത്തിന്റെ സ്വന്തം, മലയാളികളുടെ സ്വന്തം ബിഗ് ബോസിന്റെ കണ്ടന്റ് കിങ് സായി കൃഷ്ണ ലൈവ് വന്നിട്ടുണ്ട് ഇന്ന്. എന്റെ മോനെ, അപ്പോ സംഗതി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സായി കൃഷ്ണ, പിന്നെ നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള നിഖറമ്മായി, പിന്നെ നമ്മുടെ ശ്രീതു കൊച്ച് ക്യൂട്ട്നെസ് വാരി വിതറുന്ന എന്നാണ്, ക്യൂട്ട്നെസ് വാരി വിതറും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ക്യൂട്ട്നെസ് ഒന്നും ഇല്ലാതെ പാവം കൊച്ചായിട്ടിരിക്കുകയായിരുന്നു. കാരണം 2 ഭൂലോക തോൽവികളുടെ കൂടെ ആ കൊച്ചു വന്നിരുന്നിട്ട് എന്ത് കാണിക്കാൻ. അപ്പൊ ആ കൊച്ചും ഒക്കെ ആയിട്ടുള്ള ഒരു ലൈവ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കുട്ടപ്പന്റെ പേരെന്തായിരുന്നു? മറ്റേ ചപ്രി നിശ, അത് ഗബ്രിമോനും ഉണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കാട്ടുതീയൊക്കെ വന്നിട്ട്, കാട്ടുതീയൊന്നും ഞാൻ ഇവിടെ കാണിക്കത്തില്ല കേട്ടോ, നിങ്ങളത് പ്രതീക്ഷിക്കല്ലേ. എനിക്ക് വയ്യ, എനിക്ക് കാട്ടുതീന്ന് കേൾക്കുമ്പോഴേ പേടിയാ. അതുകൊണ്ട് ഞാൻ കാട്ടുതീയുടെ ഒന്നും ഇവിടെ കാണിക്കാൻ പോകുന്നില്ല, എനിക്ക് പേടിയാണ്. അപ്പൊ നമുക്ക് ബാക്കി എല്ലാരും കൂടെ ഉള്ള ആ ഒരു ലൈവിന്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. നല്ല ലൈവാ. സായി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു മനുഷ്യനാണെന്ന് നമുക്ക് ഈ ലൈവിനകത്തൂടെ മനസ്സിലാവും. എന്ത് നല്ല മനുഷ്യനാ. എന്തിനാ സോഷ്യൽ മീഡിയ എല്ലാരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? പാവം. ഞാൻ കാണിച്ചു തരാം. എനിക്ക് സത്യസന്ധമായിട്ട് എനിക്ക് സായിയുടെ എല്ലാം എനിക്ക് ഇവിടെ കാണിച്ചു തരണം. നിങ്ങളിത് കാണ്, എന്നിട്ട് നമുക്ക് കൂടുതൽ സംസാരിക്കാം കേട്ടോ. പക്ഷെ എനിക്ക് ആദ്യമേ സായിയോടാണ്. സായി ചേട്ടൻ എന്നോടൊന്നും തോന്നല്ലേ. സായി ചേട്ടൻ ഈ ഒരു ലൈവില് സായി ചേട്ടൻ സീക്രട്ട് ഏജന്റ് അല്ലല്ലോ. സായി ചേട്ടൻ സായി ആയിട്ട് തന്നെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ ഈ സായി ആയിട്ട് അണ്ണൻ ഇങ്ങനെ ഇരിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് ഈ ഫോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ലൈവില് ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ ഉണ്ടാക്കലിന്റെ ഒരു 1% ഇല്ലെങ്കിൽ അതിന്റെ ഒരു 1/2 അല്ലെങ്കിൽ 1/4 എന്തെങ്കിലും ഒന്നണ്ണൻ അവിടെ കാണിച്ചായിരുന്നെങ്കിൽ അണ്ണനെ നാട്ടുകാരെടുത്ത് ഉടുക്കത്തില്ലായിരുന്നു. എനിക്ക് നല്ല സങ്കടം ഉണ്ട് ഈ നാട്ടുകാരെല്ലാം കൂടെ അണ്ണനെ പറ്റി ഇങ്ങനെയൊക്കെ. മലപ്പുറംകാരായിരുന്ന ആരൊക്കെയോ വന്ന് പറയുന്നുണ്ടായിരുന്നു, ഇവനെ ഞങ്ങൾ ഇവിടെ ഒന്നും കാണാറില്ല, കണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കല്ല് വലിച്ചെറിഞ്ഞെന്നൊക്കെ പറയുന്നുണ്ട് അണ്ണ. എന്താണ് അണ്ണന്റെ കുശുമ്പായിരിക്കും അല്ലേ അണ്ണ നാട്ടുകാർക്കൊക്കെ അണ്ണനോട്? പിന്നെ അല്ല, എന്റെ അണ്ണനോട് എല്ലാവർക്കും കുശുമ്പ. നമുക്ക് വീഡിയോ കാണാം കേട്ടോ അണ്ണ, നമുക്ക് കാണാം അണ്ണ. ലേറ്റസ്റ്റ് വരെ ഒറ്റയ്ക്ക് പ്രൈവറ്റ് സെറ്റ് എടുത്ത് വരാനുള്ള പ്ലാനാണ്. 2 ദിവസം മുമ്പ് ഫ്ലെക്സ് വെക്കണം എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേയില് പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ശ്രീതു. എല്ലാം എനിക്ക് മനസ്സിലാവുന്നില്ല. 10 ആളെ ഇറക്കണം പറഞ്ഞിട്ടേ. ശ്രീതുവിന്റെ ഫാൻസ് മീറ്റപ്പ് നടക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. ശ്രീതുന്റെ ഫാൻസ് മീറ്റ് നടക്കുന്നത് കണ്ണൂർ സ്റ്റേഡിയത്തിലാണെങ്കിൽ അണ്ണൻ അറിയാല്ലേ അണ്ണ? അണ്ണന്റെ ഫാൻസ് മീറ്റ് എവിടെയാണ് നടക്കുന്നത്? അണ്ണന്റെ ഫാൻസ് മീറ്റ് എവിടെയായിരിക്കും നടക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളൊന്ന് ഊഹിക്കും, എന്നിട്ട് കമന്റ് ബോക്സിൽ ഇടുക കേട്ടോ അണ്ണന്റെ എവിടെ വെച്ചായിരിക്കും എന്ന്. എനിക്ക് തോന്നുന്നു തോപ്പുംപടി പാലത്തിന്റെ അടിയിലുള്ള ഒരു കക്കൂസ് ടാങ്ക് ഉണ്ട്, ഒരു വലിയ കക്കൂസ് ടാങ്ക്. അതിന്റെ തൊട്ട് ഇപ്പറേ ആയിരിക്കാനാണ് ചാൻസ്. അവിടെ ആയിരിക്കും അണ്ണന് പറ്റിയ സ്ഥലം. അവിടെയാണ് അണ്ണ. കാരണം അവിടെ വിശാലമായിട്ടുള്ള സ്ഥലമുണ്ട്, നല്ല സുന്ദരമായിട്ടുള്ള മണമുണ്ട് അവിടെ. അതൊക്കെ ആസ്വദിച്ച് അണ്ണൻ അവിടെ നിന്ന് അങ്ങോട്ട് ഫാൻ മീറ്റ് കൂടാണ്. എനിക്ക് തോന്നുന്നു അതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് വേറെ വല്ല സ്ഥലം അറിയാമെങ്കിൽ പറ കേട്ടോ, നമുക്ക് അണ്ണന് പറഞ്ഞു കൊടുക്കാം അണ്ണന്റെ ഫാൻ മീറ്റിന് പറ്റിയ സ്ഥലം. പിന്നെ ശ്രീതു മോളെ, ഇവന്റെ വായിലൊന്നും പോയി ചാടല്ലേ നീ. ഇവൻ നിന്നെ ഇല്ലാതാക്കി കളയും. അവൻ ഭയങ്കര പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് എല്ലാവരും പറയാനുണ്ട്. സംഗതി എന്താണെന്നറിയാവോ? കേരളത്തില് നമ്മൾ ഈ വിമർശിക്കുമല്ലോ, ആ വിമർശിക്കുന്ന പരിപാടി എന്റെ ലാസ്റ്റത്തെ വിമർശനമാണ് കേട്ടോ ഇത്. കാരണം കേരളത്തിൽ ഇതൊട്ട് ആരും വിമർശിക്കണ്ട എന്നാണ് പറയുന്നത്. കേരളത്തിലെ വിമർശനം, കേരളത്തിൽ ജനങ്ങളെ വിമർശിക്കാനുള്ളതും അതുപോലെ തന്നെ കളിയാക്കാനുള്ളതും അങ്ങനത്തെ എല്ലാ റൈറ്റും ഗവൺമെന്റ് ഇനി തൊട്ട് സീക്രട്ട് ഏജന്റ് എന്നറിയപ്പെടുന്ന സായി കൃഷ്ണനാണ് കൊടുക്കാൻ പോകുന്നതെന്നാണ് നമ്മൾ അറിഞ്ഞത്. കാരണം നമുക്കൊന്നും ആരെയും നമുക്ക് കളിയാക്കാൻ പാടില്ല, നമ്മൾ വിമർശിക്കാൻ പാടില്ല. പക്ഷെ ഈ അണ്ണൻ ഇതെല്ലാം പറ്റും കേട്ടോ. അത് നമുക്കിത് ഞാൻ കാണിച്ചു തരാം. ഈ അണ്ണൻ ഇതെല്ലാം പറ്റും. കാരണം അണ്ണൻ ഭയങ്കര സെറ്റപ്പ് ആണല്ലോ. പൊളിമാൻ, ദ ഹീറോ ഓഫ് ബിഗ് ബോസ് സീസൺ 6. അപ്പൊ അണ്ണന് എന്തും ചെയ്യാം. അപ്പൊ നമ്മളൊന്ന് ബാക്കി കാണാവോ? നിങ്ങൾ എല്ലാരും ഒന്ന് കാണുക കേട്ടോ, ഇട്ടിട്ട് പോവല്ലേ.
സ്റ്റേഡിയം നിറഞ്ഞൊഴുകും. ഓൾ അക്ക ഫാൻസ്. അക്ക മട്ടും ഏ? അക്ക മട്ടും പറയുന്നത് ഞാൻ സിജോ വാടാ. കേറി വാടാ. ഇവിടെ നോക്കാം നമ്മളൊക്കെ ഇറക്കി വിടും. ഇപ്പൊ ഇറക്കി വിടും. എവിടേക്ക് ഇറക്കി വിടാം? ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല മോനെ, ഒന്നും ഇറക്കി വിടാൻ പറ്റില്ല. എല്ലാവരും സുഖമാണോ? ഞങ്ങൾക്ക് ഭയങ്കര സുഖമാണ്. ഞങ്ങള് ശ്രീതു ഇല്ലാത്തൊരു ജീവിതം ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞാനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ രാവിലെ നീച്ചിട്ട് എന്നും സ്നേഹനോട് ചോദിക്കും, അനക്ക് രസം ക്യൂട്ട്നെസ് വാരി വെതറിക്കൂടെ അതാ വിചാരിച്ചില്ല, അതുകൊണ്ടാണ് ലൈവ് ഇട്ടത്. ഇന്ന് ലൈവ് വരണം തോന്നുന്നു എനിക്ക്. ഇല്ല വിചാരിച്ചു ഞാൻ വന്നു. ചോദിക്കുന്നില്ലേ? സംശയം ഉണ്ടോ? വാ പറയ് പറയ് പറയ്. ശ്രീതു പറയാറ് സായി സായി എന്റെ പൊന്ന് സായി, എന്റെ അമ്മാടി കണ്ണൻ സായി, നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ സായി? സായി, നീ ഈ കാണിക്കുന്നതിന്റെയൊക്കെ ഒരു ഞാനതാ ചോദിക്കുന്നത്, നേരത്തെ ആദ്യമേ പറഞ്ഞാൽ ഇതിന്റെയൊക്കെ ഒരു അംശം നിനക്ക് അവിടെ കാണിച്ചാൽ മതിയായിരുന്നല്ലോ സായി. നീ ഇത് സായിയാണ് കേട്ടോ, ഇത് സീക്രട്ട് ഹാൻഡ് അല്ല. കാറി മാത്രമേ മറ്റേ സെറ്റപ്പ് ഒക്കെ വരത്തുള്ളൂ. അവൻ അല്ലാതെ പേഴ്സണൽ ലൈഫിൽ മറ്റേ സെൽഫ് ക്ലെൻസിങ് ശുദ്ധീകരണം കഴിഞ്ഞ് ഇറങ്ങിയോണ്ട് അല്ലാതിരിക്കുന്ന സമയത്തൊക്കെ സായിയാണ്. അപ്പൊ ഈ സത്യസായിക്ക് ഒന്ന് അത്രയും ചോദിക്കുന്നുള്ളൂ. ഇതിന്റെ ഒരു പകുതി ഒന്നും വേണ്ട സായി, ഒരു അംശം. വാ ഒന്ന് തുറക്കായിരുന്നല്ലോ നിനക്ക്, തിന്നാനും പിന്നെ മറ്റേ കുറ്റം ആ ഒരു പരിപാടിയൊന്നും അല്ലാതെ നിനക്കൊന്ന് സംസാരിക്കായിരുന്നല്ലോ മര്യാദക്ക്. പുറത്തു വന്നപ്പോ ലൈവിലൊക്കെ ഓരോരുത്തരെ വിളിച്ച് ബാ നമുക്ക് ജോയിൻ ചെയ്യാം, നമുക്ക് കഥ പറയാം. നാട്ടുകാർ എന്റെ പേരുദോഷം മൊത്തം പോയി. എന്റെ പേരുദോഷം ഒക്കെ ഒന്ന് പോട്ടെ. അതും പറഞ്ഞാൽ തോന്നാണ് നാട്ടുകാരെയൊക്കെ വിളിച്ച് കൂട്ടുന്നത്. ശ്രീതു, റസ്മിൻ ഭായ് പിന്നെ സൂപ്പർ, ഏറ്റവും നല്ല പേരുള്ള അടുത്ത ടീമിനെ കൂടെ കൂട്ടിയിരിക്കുന്നത്. എല്ലാം കൂടെ കലക്കം കേട്ട. അണ്ണ എന്താണ് ആ പരിപാടി കാണിക്കാൻ? കാട്ടുതീയുടെ കാര്യം ഇടയ്ക്ക് പറയുന്നത് ഓക്കെ, കാട്ടുതീ വരുമായിരിക്കും, കാട്ടുതീ വരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ എനിക്ക് വയ്യ കേട്ടോ. കാട്ടുതീ എന്റെ പൊന്നടി എല്ലാം കൂടെ കത്തിപ്പോവും ചിലപ്പോ. അതുകൊണ്ട് കാട്ടുതീയെ ഇവിടെ കാണിക്കുന്നില്ല. പക്ഷെ നന്ദന പെങ്ങളെവിടെ പോയി? പെങ്ങളൂട്ടി എവിടെ അണ്ണ? എന്തു പറ്റി പെങ്ങളൂട്ടിക്ക്? വയറിളക്കം വല്ലതും പിടിച്ചോ അണ്ണ? അയ്യോ, പെങ്ങളൂട്ടി ഇല്ലാതെ അണ്ണ ലൈവില് കഷ്ടം. പെങ്ങളൂട്ടി എവിടെ? പെങ്ങളൂട്ടി ഓടി പോകട്ടെ. അണ്ണന്റെ മറ്റേ എന്താ ചാണകം വാരി എറിയണ്ണനെ പെങ്ങളൂട്ടി എറിയണം. പെങ്ങളൂട്ടി ഇല്ലാതെ അണ്ണൻ വന്ന് ലൈവില്. കഷ്ടം. ബാക്കി ലൈവിലുണ്ട് ഗബ്രിയുണ്ട്, സ്വിഗോ ഉണ്ട്. പക്ഷെ അവര് ഐ തിങ്ക് റിക്വസ്റ്റ് കൊടുത്തില്ല തോന്നുന്നു. ഞാൻ അതെ, ബിസി ഇല്ല, ബിസി മാൻ ഓൺലി നോക്കി റിക്വസ്റ്റ് കൊടുത്തു. സ്വിഗോക്ക് എന്തോ ഭാഗ്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടോ. ആലോചിച്ചത് ഇതൊക്കെ നമുക്ക് വൺസിന് ലൈഫ് ടൈം കിട്ടുന്ന ഭാഗ്യമാണ്. അല്ല, ഒരു ഡൗട്ട്. ഇപ്പൊ ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഇപ്പൊ എക്സിറ്റ് ആക്കണമെങ്കിൽ എങ്ങനെ? നിങ്ങളെ പോണോ? അത് പറ്റി എനിക്കറിയില്ല. നിങ്ങളെ പോണോ? ഞാൻ പറ്റില്ലേ? പാവം കൊച്ചു, അതിനെ എങ്ങനെയെങ്കിലും പോയാൽ മതി. പിശാചുക്കളുടെ അടുപ്പൊന്ന് പിടിച്ച് അതിനെയും കൂടെ ഇട്ടതാ. എങ്ങനെ എക്സിറ്റ് ആയി പോട്ടെ എന്ന് പറഞ്ഞു തരുമോ? ഞാനൊന്ന് പോട്ടെ. പാവം എന്റെ സായി. നീ എന്താ സായി ഇങ്ങനെ ചെയ്യുന്നത്? നീ എന്തിനാ പാവം കൊച്ചിനെ ദ്രോഹിക്കുന്നത്? അതിനെ പറഞ്ഞു വിട, അത് പോട്ടെ. കഷ്ടമുണ്ട് സായി. നിന്നെ മറ്റേ വെളുപ്പിക്കാൻ വേണ്ടി ഇവരെയൊക്കെ പിടിച്ച് എന്തിനാ സായി ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ലൈവ് വന്ന് ഷോ കഷ്ടമുണ്ട് കേട്ടാ. ബാക്കി പോകൂല. ഞാൻ വേണമെങ്കിൽ പോ വെക്കാം. നിങ്ങൾ അല്ല സായി, സ്പീഡിന്റെ ലൈവല്ലേ, നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കൊടുക്കാം. ഇത്രയും പറഞ്ഞല്ലേ. പാവല്ലേ, നിങ്ങളെ വേറെ ആരെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണെങ്കിലോ ലൈവിൽ. ഇപ്പൊ നിങ്ങളെ ഞാൻ പോന്ന് പറഞ്ഞില്ല, എനിക്ക് ഡൗട്ടാ. ഇപ്പൊ നിങ്ങൾ വേറെ ആരെങ്കിലും ഒക്കെ എക്സ്പെക്ട് ചെയ്തിരിക്കുവാണെങ്കിലോ എന്ന് സൈണ്ണം പറയുക. ഇതിപ്പോ നമ്മളാ പറഞ്ഞിരുന്നെങ്കിലോ സൈണ്ണം മറ്റേ പൊക്കി പിടിച്ചോണ്ട് വന്നേനെ. സൈബർ ബുള്ളിങ് ആൾക്കാർ എന്നെ അങ്ങനെ പറയുന്നു, എന്റെ കമന്റ് ബോക്സിൽ വന്ന് ഇറക്കുന്നു എന്നൊക്കെ അണ്ണൻ പറഞ്ഞേനെ. ഇതിപ്പോ അണ്ണന് പറയാം ശ്രീധുവിനെ കളിയാക്കാം. ആരെ പ്രതീക്ഷിച്ചായിരിക്കും ഇരിക്കുന്നതെന്ന്. നമ്മളൊക്കെ പൊട്ടന്മാര് കേട്ടോ. എനിക്ക് മനസ്സിലായില്ല കേട്ടോ ആരെ പ്രതീക്ഷിച്ച ആ ഒരു കുത്തലിനകത്തുള്ള സംഗതി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലല്ലോ അല്ലേ? അണ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്യാം. കേരളത്തിൽ വേറെ ആരും ഇങ്ങനെ ചെയ്യരുത്. ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റാ. അണ്ണൻ എന്തും കാണിക്കാം.
അണ്ണന് മറ്റേ എഴുതി കൊടുത്തിരിക്കുവാണല്ലോ മലപ്പുറം തൊട്ടങ്ങ് ഇവിടെ വരെ, എവിടെയായിരുന്നു നമ്മുടെ അതിന്റെ കന്യാകുമാരി വരെ അല്ലേ? അപ്പുറം മലപ്പുറം കഴിഞ്ഞ് കാസർഗോഡ് അണ്ണന് വേണ്ടായിരിക്കും, പുറ്റമായിരിക്കും. ഉണ്ടായിരുന്നല്ലോ അണ്ണൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നല്ലോ, ഇപ്പൊ ഒന്നും പറയാറില്ല, കൂട്ടുകാരി കിടക്കുന്ന പിടിച്ച് താങ്ങി വിട്ട്. അതിനുശേഷം അങ്ങോട്ടും ഇപ്പൊ പോകാറില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇപ്പൊ അണ്ണൻ വേറെ ലെവൽ മക്കളെ. അണ്ണനെ മറ്റേ ഓരോ ദിവസം ഓരോ സെറ്റപ്പിലാ, മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ആദ്യമേ നമ്മുടെ ഇറങ്ങി മാരാറിന്റെ വക കിട്ടി, അപ്പത്തേക്ക് നേരെ പോയി റോബിന്റെ അടുക്ക്, റോബിന്റെ കിട്ടി, അവിടുന്ന് നേരെ പോയി മറ്റേ ഒരു ടീമുണ്ടല്ലോ, അത് എവിടെ പറയുന്നില്ല, പേര് പറഞ്ഞാൽ ശരിയാവുന്നില്ല, ഒരണ്ണന്റെ അടുക്ക് ചെന്ന് കയറി കൊടുത്തു. എന്നിട്ട് അണ്ണനുമായിട്ട് എന്തോ ഒരു ലൈവ് ഒക്കെ വന്ന് മറ്റേ എന്തൊക്കെയോ വലിയ പോലും, ഞാൻ ഇപ്പോഴത് ഓർത്ത് വെളിപ്പെടുത്താനൊക്കെ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇത് ഇന്ത്യ കാണുന്നില്ലല്ലോ, എവിടെ ഒന്നും ഇല്ല വെളിപ്പെടുത്താൻ. അതോ ഇനി മറ്റേ മറ്റേ അകത്തൊരാൾ ഇരിപ്പുണ്ടല്ലോ അല്ലെ, വീട്ടിൽ നിന്ന് ഒരാൾ വെളിയിറങ്ങാതെ ഇപ്പൊ ഇരിപ്പുണ്ട് വന്നതിന് ശേഷം. അപ്പൊ അയാൾക്ക് മറ്റേ ട്രെയിനിങ് ഒക്കെ, അത് മറ്റേ ഏതൊരു സുന ചേച്ചി ഇല്ല, മറ്റേ ദിയാ സുനെ ഏതോ ഒരു ചേച്ചി മറ്റേ ട്രെയിനിങ് കൊടുത്തോണ്ടിരിക്കുമല്ലേ. അപ്പൊ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഫുൾ സെറ്റായി ഏതെങ്കിലും ഒരു ഇന്റർവ്യൂ കൊണ്ടിരുത്തും. അപ്പൊ ഇന്റർവ്യൂർ ആങ്കറിനെ നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും, മോളെ ഇങ്ങനെയൊക്കെ ചോദിക്കാവുള്ളൂ, എന്നാൽ എന്നെ ഇച്ചിരി നാണം കെടുത്തണം, പക്ഷെ അതിനകത്ത് ഒരു ലിമിറ്റ് വേണം എന്നെല്ലാം എല്ലാം ഫുള്ള് സ്റ്റഡി ചെയ്യിപ്പിച്ചിട്ട് അവിടെ കൊണ്ടിരുത്തും. എന്നിട്ട് അപ്പൊ ഒരു സാധനം വരും, നമ്മളെ ജനങ്ങളെ മണ്ടന്മാരാക്കും. അതിനുശേഷം ചിലപ്പോൾ അണ്ണനുമായിട്ട് വന്നിരുന്ന് മറ്റേ സെറ്റപ്പ് ഒക്കെ കാണുമായിരിക്കും. പക്ഷെ ഞാൻ വിചാരിച്ച അണ്ണന്റെ മറ്റേ ഡയലോഗ് കേട്ടപ്പോഴത്തേക്ക് ഒരു 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വരും, അങ്ങ് ജനങ്ങളെയൊക്കെ അങ്ങോട്ട് വിഴുങ്ങിക്കളയും, നമ്മളെ യൂട്യൂബേഴ്സിനെയൊക്കെ അങ്ങ് തിന്നുകളയും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നും നടന്നില്ല. മിക്കവാറും തിന്നാൻ വരുന്നേ ഉണ്ടായിരിക്കത്തുള്ളൂ കേട്ടാ. അണ്ണാ എന്തായാലും അണ്ണനോട് പിന്നെ പറഞ്ഞു കൊടുക്കണ്ടല്ല ഉടായ്പ അടിക്കാനും ഉടായ്പ പറയാനൊന്നും. ഇപ്പൊ പറയുന്ന 10 മിനിറ്റ് കഴിഞ്ഞ് മാറ്റി പറഞ്ഞിട്ട് പറയും ഞാൻ അപ്പൊ ഇങ്ങനെയല്ല പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞത്. വല്ലോ മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് അണ്ണന്റെ കാര്യമൊന്നും മനസ്സിലാകത്തില്ല. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി കാണാം. പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ലൈവ്. ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനത്തെ പറയുന്നതൊക്കെ ഇങ്ങനെ ചൊറിഞ്ഞ് കണ്ടുപിടിക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയ മറ്റ് സാധനങ്ങളൊന്നും ഇല്ല ഇതിന്റെ ലൈവില്. പക്ഷെ അണ്ണൻ ലൈവൊക്കെ വരാൻ തുടങ്ങി, പണ്ടത്തെ കിടക്കൊന്നും അല്ല. ഫോട്ടോഷൂട്ടുകൾ നടത്തുന്നു, ലൈവുകൾ നടത്തുന്നു, ബിഗ് ബോസിലെ എല്ലാവരെയും കൂടെ ഒത്തുകൂട്ടി വൻ പരിപാടികൾ, എന്താ അപ്സരയുടെ ബർത്ത്ഡേ, അതിനൊക്കെ പോകുന്നു. പണ്ട് ഒന്നും കണ്ടിട്ടില്ലല്ലോ അണ്ണ. ഇതൊക്കെ സെൽഫ് ക്ലെൻസിന്റെ ഭാഗമായിരിക്കും, സെൽഫ് ക്ലെൻസിങ്ങിന്റെ ഭാഗമായിരിക്കും അല്ലേ. ശുദ്ധീകരണം നടത്തിയപ്പോഴത്തേക്ക് പിന്നെ സെറ്റായി, ആൾക്കാരെയൊക്കെ അടുത്തൊന്ന് കണ്ടാൽ. അണ്ണാ ജനങ്ങൾ മണ്ടന്മാരല്ല കേട്ടോ, നമുക്ക് മനസ്സിലാവും. അണ്ണൻ എങ്ങനെയെങ്കിലും അണ്ണന്റെ ആ ചീത്തപ്പേരൊന്ന് മാറ്റിയെടുക്കണം, അതിന് വേണ്ടിയുള്ള കാട്ടായ ഇതൊക്കെ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും അല്ലെന്ന് ബുദ്ധിയുള്ള ഏത് മലയാളി എന്നും പറയുന്നില്ല, ബുദ്ധിയുള്ള ഏതൊരുത്തനും മനസ്സിലാകും. അതിപ്പം ഹിന്ദിക്കാരൻ മലയാളം മനസ്സിലാവാതിരുന്ന് കണ്ടാലും മനസ്സിലാവും. എന്റെ മോന്തയ്ക്ക് വരുന്ന എക്സ്പ്രഷൻ കാണുമ്പോ, ഓ ബായ് ഇവൻ പട്ടിക്കാൻ വന്നു, ബായ് ഇവനോട് പോകാൻ പറ, ബായ് കള്ളൻ കണ്ണൻ കള്ളൻ കണ്ണൻ എന്നൊക്കെ പറയും വേണമെങ്കിൽ. എന്തായാലും നമുക്ക് ബാക്കി കാണാം. എടാ വെക്ക് മറ്റേ അണക്ക് കിട്ടിയില്ല, ഗൂഗിൾ പേയില് പൈസ കിട്ടിയില്ലേ ശ്രീധുവിന്റെ ഫ്ലക്സ് വെക്കാൻ? പിന്നെ നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ലൈവ് എന്റെയാണ്, ഇതെന്തോ വീഡിയോ ചാറ്റ് പോലെ പെട്ടെന്ന് കാണാൻ ഈ 4 ആയിട്ട്. ഹലോ സുഖം. ഓവർ നടിപ്പ് വേണ്ട, നിങ്ങളുടെ നടിപ്പൊക്കെ ബിഗ് ബോസിൽ ഓൾറെഡി ആൾക്കാർ കണ്ടു, ബിഗ് ബോസ് സെറ്റ് വീട്ടുക്കുള്ള. അതായത് ഇവിടെ വേണ്ട വേണ്ട 3 മെയിന ഈ 2 വേണ്ട. അവൻ ഓടി, അഭിനയത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞ്. ശ്രീതു കൊള്ളായിരുന്നു കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടു. നടിപ്പ് എന്താ ഉള്ളയിരുന്ന നടിപ്പ് മതി, എല്ലാവർക്കും മനസ്സിലായി എന്ന് പറഞ്ഞപ്പോഴേ കണ്ണന്റെ കണ്ണൊക്കെ മറ്റേ കണ്ണ് തള്ളി വെളിയിൽ വന്ന് കണ്ണന്റെ. പറയല്ലേ പോളെ പറയല്ലേ. ഇത് പിന്നെ എന്താ അറിയാവാ, ഗബ്രി വന്നപ്പോ ഞാൻ എടുത്ത് വെച്ചേട്ടാ. അവന് മാത്രമൊന്നുമല്ല, നമുക്കുണ്ട് ഇച്ചിരി ലുക്കൊക്കെ. അവന് ഇച്ചിരി പുച്ഛമുണ്ട്, അവന് മാത്രമുള്ള ലുക്കെന്ന് അത് നടക്കത്തില്ല കേട്ടോ. ഇവിടെ കേരളം, നമ്മുടെ കേരളം, നമ്മളൊക്കെ ഇവിടെ ഉള്ളതാ. അപ്പൊ നമുക്കും കണ്ണാടിയൊക്കെ ഉണ്ട്, 100 രൂപയ്ക്കാണെങ്കിലും മേടിച്ചു നോക്കാൻ എനിക്കും അറിയാം. ഓക്കെ, അപ്പൊ പിന്നെ പറഞ്ഞു വന്നത് ചപ്രിമോൻ നന്നായി ശ്രീതു കൊച്ചെ, നീ ആ ഒരു ഡയലോഗിൽ, നിന്റെ ആ ഒറ്റ ഡയലോഗിൽ അവൻ ഇറങ്ങി ഓടിക്കളഞ്ഞ്. ഇനി അവിടെ കൂടുതൽ നിന്ന് മറ്റേ അങ്ങ് മെഴുകാൻ അവന് വയ്യ. പക്ഷെ മെഴുകാൻ എത്രയൊക്കെ മെഴുകിയാലും ഒരു കുഴപ്പമില്ലാത്ത ആള് ഹോസ്റ്റ് ചെയ്ത ലൈവ് ആയതുകൊണ്ട് തന്നെ അയാൾക്ക് ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഉണ്ട്, ബാക്കി നമുക്ക് കാണാം. ബർത്ത്ഡേക്ക് പോകണം. ഞാനുണ്ടോ അമൃത തന്നെ. ബാക്കി ചാറ്റില് തീർത്ത് തരാം, ചാറ്റിലുള്ള പണി ഇപ്പൊ തരാം. അക്ക വെയിറ്റ് ചെയ്യും. ഞങ്ങള് ഫ്ലൈറ്റ് എടാ പ്രൈവറ്റ് ജെറ്റ് ഒക്കെ ഉള്ള ആളാ സ്വന്തമായിട്ട്. വിജയ് കഴിഞ്ഞ അടുത്ത ശ്രീതു ആണ്. അതെ എന്റെ പിന്നാമറയാ ഉള്ളത്, ജെറ്റ് പിന്നാടി ഉണ്ട്, പാർക്കിംഗ് സാധനപ്പോ വരും. പിന്നെന്താ പറയാ, കൂടുതൽ പറയാൻ പറ്റില്ല, പറഞ്ഞ ചെന്നൈ പോകാൻ പറ്റില്ല, പെട്ട ആള് വരും. അന്നെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഞാൻ രക്ഷപ്പെട്ടതാ. പുറത്തിറങ്ങിയപ്പോ
ഉണ്ടല്ലോ കാലം കാലം എന്ന് വിളിച്ചിട്ട് 4 ടാറ്റാ സുമോ നിറച്ച ആള് വെട്ടാൻ. இன்னும் பெருமையா சொல்லு, എനിക്ക് இன்னுം വേണം പെരുമയാ. ഇത് പിന്നെ ഞാനും വേണം. പറ്റുന്നില്ല സായി, സായി എത്ര പറഞ്ഞാലും പറ്റുന്നില്ല. എനിക്ക് കേട്ടോണ്ടേ ഇരിക്കണം തോന്നുന്നു. മക്കളെല്ലാം കേൾക്കട്ടെ. ഇതാ വന്നു. ഇവിടെ ബ്ലോക്ക് എടാ ലുലുമാളിന്റെ ഫ്രണ്ടിൽ ഭയങ്കര ബ്ലോക്ക്. അത് മറ്റേ ശ്രീധന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാർ. എടാ മറ്റേ അവര് ശ്രീധന്റെ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരാ. ആ ഫ്ലെക്സ് കാണാൻ വന്ന ആൾക്കാരെ കൊണ്ട് എന്താടാ എനിക്കുണ്ടല്ല ഈ സായിയുടെ അത്രയും പോലും എനിക്ക് സഹിക്കാൻ വയ്യ. സായിയെ സഹിക്കുന്നതിന് അത്രയും പോലും എനിക്ക് മറ്റേ ഐറ്റത്തിന് സഹിക്കാൻ വയ്യ. കാട്ടുതീരെ അങ്ങോട്ട് കൂടുതൽ എനിക്ക് വെക്കുന്നില്ല. പിന്നെ ശ്രീധു പറഞ്ഞ കേട്ടല്ലോ, പിന്നാടി ഇറുക്ക് ഫ്ലൈറ്റ് അല്ല എന്താണ് പ്രൈവറ്റ് ജെറ്റ് ഇറുക്ക്. കണ്ണമ്മോനെ അടുത്ത ഡയലോഗ് മറ്റേ സാധനം അടിക്കണ്ടേ കണ്ണമ്മോനെ? നീ എന്താ അത് പറയാ? നീ അപ്പൊ തന്നെ പറയണ്ടേ പിന്നാടി ഇറുക്ക് കക്കൂസ് ടാങ്ക് അതൊക്കെ കിട്ട ഇറുക്ക് ഫ്ലഷ് ഇറുക്കട കക്കൂസ് എന്ന് പറയണ്ടേ കണ്ണമ്മോനെ? നീ എന്താ അത് പറയാഞ്ഞത്? നീ വന്ന് പഠിച്ചതല്ലേ? നീ അവൻ കിട്ട സൊല്ലണം മച്ചാ. നീ അവൻ കിട്ട സൊല്ല്. ഞാൻ പഠിച്ചാച്ച്, ഞാൻ ഫ്ലഷ് അടിക്കതൊക്കെ പഠിച്ചാച്ച്. അത്രയൊന്നും ഇല്ലല്ലോ, അത്രയൊന്നും അവള് പഠിച്ചിട്ടില്ലല്ലോ അവിടുന്ന്. അത് പറയണം. നിന്റെ വിജയകരമായ ദൗത്യം അതായിരുന്നു. അത് നീ ജയിച്ചു. നീ ലാസ്റ്റ് മറ്റേ മഞ്ഞ ഷർട്ടൊക്കെ ഇട്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടതാ. ഞാൻ വന്നതെല്ലാം നടത്തി, ഞാൻ സെറ്റായി. പക്ഷെ അപ്പൊ ആർക്കും മനസ്സിലായില്ല. കേരളം മനസ്സിലാക്കിയില്ല അതിനെ. കേരളം ഇന്ന് മനസ്സിലാക്കി കണ്ണൻ മോൻ ചെന്നത് ഫ്ലഷ് അടിക്കാൻ പഠിക്കാനായിരുന്നു എന്നത്. പക്ഷെ നല്ല കാര്യം സായി, അങ്ങനെയെങ്കിലും നിന്റെ ഭാര്യ രക്ഷപ്പെടുത്ത. ഇത്രയും കാലം പാവം സമ്മതിക്കണം അല്ലേ സായി? അയ്യോ, നീ കക്കൂസിൽ പോയി ഇറങ്ങി വരും, പാവം സ്നേഹം പുറകെ ചെന്നിട്ട് അടിച്ചു കൊടുക്കും. അപ്പൊ സായി നല്ലൊരു വ്യക്തിയാണ്, നല്ല മനസ്സിനുടമയാണ്. സായിയെ പോലൊരു നല്ല വ്യക്തി കേരളക്കരയിൽ എങ്ങും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. മലപ്പുറംകാരെ നിങ്ങളുടെ ഭാഗ്യം, നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും സായിയെ തെറി പറയുക അങ്ങനത്തെ പരിപാടി, അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഒരാൾ ഇവിടെ പോയി തെറി പറയുന്ന ആ പരിപാടി വേണ്ട. പിന്നെ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഭാഗ്യമാണ്. സായിയെ പോലൊരു വ്യക്തിയെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നിങ്ങൾ എന്തോ വലിയ ഭാഗ്യം ചെയ്തു മലപ്പുറംകാരെ. ഇല്ലെങ്കിൽ ഇത്രയും നല്ല ബിഗ് ബോസിൽ പോയൊരു വ്യക്തി, അങ്ങനെ ഒരാളൊക്കെ എവിടെ ഉണ്ട്? മലപ്പുറത്ത് ഉണ്ടോ അങ്ങനെ ഒരാള്? നിങ്ങൾ ഭാഗ്യം ചെയ്തവരാണ്. ഇത്രയും നല്ലൊരു അമ്പാടി കണ്ണനെ നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവിനോട് പ്രാർത്ഥിക്കൂ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ, കൃഷ്ണനോട് പ്രാർത്ഥിക്കൂ. ഞങ്ങളുടെ നാട്ടിന് ഇങ്ങനെ നല്ലൊരു പൊന്നോമനെ തന്നേന്. ഇങ്ങനെ വെളുപ്പിക്കാൻ വേണ്ടി പാവം കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ കാണാനില്ല, ഉടനെ വന്ന് ലൈവ് ഇരിക്കും. എന്നിട്ട് അവിടെ കിടന്ന് കാണാണ് ഈ കണകുണയുടെ എന്തെങ്കിലും പകുതി അവിടെ കിടന്ന് കാണിക്കാൻ മേലായിരുന്നോ എന്റെ പൊന്നണ്ണ? കഷ്ടം.